മഹാന്മാരാവുന്നതായ അയിമ്മത്ത് അവരെ ഈ തരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒന്ന് തന്നെയാണ് തരീഖത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുറബ്ബിയായ ശൈഖായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് മുറബ്ബിയായ ശൈഖായിരുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മുറബ്ബിയായ ശൈഖായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മുറബ്ബിയായ ശൈഖായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇവരൊക്കെ മുറബ്ബിയായ മശായിഖന്മാരായിരുന്നു. അവര് യഥാർത്ഥത്തിൽ മുരീദന്മാരെ വേണ്ട നിൽക്കുക. അവര് ഏത് ലോകത്താണെങ്കിലും അവരെ മുന്നിലാവട്ടെ അല്ലാതിരിക്കട്ടെ. ഒരു യഥാർത്ഥ ഒരു ശൈഖിനിക്ക് അവന്റെ മുരീദ് അവന്റെ മുന്നിലാവണമെന്നില്ല. അവൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവനെ തർബിയത്ത് ചെയ്യാൻ ശൈഖിനിക്ക് കഴിയും. റഫഅനാ ലഹു ഹുജുബൻ വഅബഹനാഹു നദറതൻ ഇലൈനാ വഔദഅനാഹു മിൻ സിദ്ദീനാ. അവനും മറ്റുള്ള വസ്തുക്കളും തമ്മിലുള്ള ഏത് മറവിയും നമ്മൾ നീക്കിക്കളഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിലേക്ക് ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അവനും ലോകത്തുള്ള ഏത് വസ്തുക്കളും തമ്മിലുള്ള എല്ലാ മറയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയും. വഅബഹനാഹു നദറതൻ ഇലൈനാ, നമ്മളിലേക്ക് നോക്കാനുള്ളതായ ഒരു അനുമതി നമ്മൾ അവനിക്ക് നൽകും. വഔദഅനാഹു മിൻ സിദ്ദീനാ, നമ്മളെ എല്ലാ രഹസ്യങ്ങളും അവനിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന. അപ്പൊ അല്ലാഹു മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹാന്മാരാവുന്ന മുറബ്ബിയാവുന്ന മശായിഖന്മാർ അവർക്ക് ലോകത്തുള്ള എന്തും നോക്കിക്കാണാൻ പറ്റുന്നതായ ഒരവസ്ഥയിലാണ് അവരെ കണ്ണുള്ളത്. അതിനുള്ളതായ പ്രത്യേക മാധ്യമങ്ങൾ അവരെ കൈവശമുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നോക്കിക്കാണും. അതാണ് മഹദി ശൈഖ് തങ്ങൾ പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗമെന്ന്. കുപ്പിയിലുള്ളത് കാണുന്നത് പോലെ ഹൃദയത്തിലുള്ളത് നോക്കി കാണാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഇലാഹിയായ മാധ്യമം ഞങ്ങളെ കൈവശമുണ്ട്. അപ്പൊ അങ്ങനത്തെ മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ആ തരീഖത്ത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ളതാണ് തരീഖത്ത്. അതൊരു പുതിയ സംഭവമല്ല. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ മൂപ്പരെ ഹദ്റത്തിലേക്ക് ഒരാൾ കയറി വന്നപ്പോൾ അവനോട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, യദ്ഖുലു അഹദുക്കും വഫീ ഐനൈഹി അഥറു സിനാ. എടോ, ചില ആളുകൾ സഹസിലേക്ക് കടന്നു വരുന്ന അവന്റെ കണ്ണിലേക്ക് നോക്ക്, സിനന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും. അതെന്താ? അവൻ വരുമ്പോൾ പെണ്ണിനെ നോക്കി, അതൊരു കുളർക്കാത്ത നോട്ടല്ല. നോക്കിയതിന്റെ ശേഷം പിന്നെയും നോക്കി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ആ മനുഷ്യനെ തർബിയത്ത് ചെയ്യാണ് ചെയ്യുന്നത്. നിന്റെ കണ്ണിൽ സിനന്റെ അടയാളം ഉണ്ടല്ലോ. അവൻ നോക്കിയ ആ നോട്ടത്തിന്റെ മോശമായ അടയാളം അയാളെ കണ്ണിൽ പതിഞ്ഞു. ആ പതിഞ്ഞ അടയാളത്തിനെ നോക്കിക്കാണാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് സാധിച്ചു. ഇതാണ് മഹാന്മാർ. അതുകൊണ്ടാണ് തരീഖത്ത് എന്നുള്ളത് ഒരു പുതിയ സംഭവമല്ല. അത് പഴയ കാലത്ത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ളതല്ല. പക്ഷെ ആ ഒരു പ്രത്യേക പേരിൽ അത് പിന്നീട് അറിയപ്പെട്ടു.